വിശദമായ വാർത്തകളിലേക്കാണ്. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി പിടിയിലായെന്ന് മുംബൈ പോലീസ്. റെസ്റ്റോറന്റ് ജീവനക്കാരനായ വിജയ് ദാസ് ആണ് പിടിയിലായത്. വാർത്തയുടെ വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, എപ്പോഴാണ് ഈ ഒരു പ്രതിയെ പിടികൂടുന്നത്? കാരണം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പോലീസിനെ ഒന്നാകെ വലച്ചിട്ടുള്ള ഒരു പ്രതി തന്നെയാണ് ഇത്. എപ്പോഴാണ് ഇയാളെ പിടികൂടുന്നത്? അതോടൊപ്പം എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ? എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ വൃന്ദ, ഇന്നലെ രാത്രി അർദ്ധരാത്രിയോട് കൂടി തന്നെയാണ് താനിൽ വെച്ച ഈ സെയ്ഫ് അലി ഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച യഥാർത്ഥ പ്രതിയെ നമ്മൾ പിടികൂടിയത്. അദ്ദേഹത്തിന്റെ സ്വദേശം വ്യക്തമല്ല, മുംബൈയിൽ നിന്നാണ് പിടികൂടിയത്. വിജയദാസ് എന്ന പേരിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് കൂടെ ഒരു ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ സംശയിക്കേണ്ടതുണ്ടോ എന്ന അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിൽ ആദ്യം തന്നെ വിജയദാസ് എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. കൃത്യമായ ഒരു ID രേഖകളോടെയാണ് അദ്ദേഹത്തിന്റെ പേര് കൂടി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെയാണ് വിജയദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ സമാന രീതിയിലുള്ള സമാന രൂപമായ പല പ്രതി എന്ന് സംശയിക്കുന്ന സമാന രൂപമുള്ള 4 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെയാണ് യഥാർത്ഥ പ്രതിയെ ഇന്നലെ പിടികൂടിയത്. അദ്ദേഹത്തിനെ പിടികൂടിയത് നോക്കുകയാണെങ്കിൽ പലതവണയായിട്ട് അദ്ദേഹത്തെ സെയ്ഫ് അലി ഖാനെ 6 തവണ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടന്നത്. പുലർച്ചെ 2 മണിയോടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ കടന്ന് ഇദ്ദേഹത്തെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഏറ്റവും ദുരൂഹത നിറഞ്ഞ അല്ലെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ ആസൂത്രിതമായി ചെയ്ത ഒരു പദ്ധതി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ 11ാം നിലയിലാണ് സെയ്ഫ് അലി ഖാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലേക്കുള്ള പുറകുവശത്തുള്ള എക്സിറ്റ് ഫയറിലൂടെയുള്ള ആ കോണിപ്പടികളിലൂടെയാണ് ഇദ്ദേഹം കടന്നു ചെന്നിരിക്കുന്നത്. ഇത്തരം ഒരു സുരക്ഷിതമായുള്ള ഒരു സ്ഥലത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ഫ്ലാറ്റിൽ എങ്ങനെ ഇദ്ദേഹം ഈ ഒരു ഘടന മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റൂം അല്ലെങ്കിൽ ഏത് വഴി കൂടെ എത്തണം എന്നുള്ളൊരു ഘടന മനസ്സിലാക്കി കൃത്യമായ ഒരു പദ്ധതിയിലാണ് ഇദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സെയ്ഫ് അലി ഖാൻ്റെ ഭാര്യയായ നടിയുടെ ഒരു മൊഴി ശ്രദ്ധിക്കുകയാണെങ്കിൽ മകൻ ഇവരുടെ കുട്ടിയെ സെയ്ഫ് അലി ഖാനിൻ്റെ കുട്ടിയെ ഉപദ്രവിക്കുക എന്നൊരു സമീപനമാണ് ആദ്യം തന്നെ ഈ പ്രതി വീട്ടിൽ വന്നുടനെ നടത്തിയത്. ഒരു മോഷണ ശ്രമം എന്നതിലുപരി ആദ്യം തന്നെ കുട്ടിയിലേക്കാണ് ആക്രമിക്കാൻ വന്നതും അതിനെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ച സെയ്ഫ് അലി ഖാനെയാണ് നിരവധി തവണ 6 തവണ കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സമയത്ത് ആ ഒരു ഫ്ലാറ്റിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷിതനായ ഒരു വ്യക്തി ഇല്ലെന്ന് കൂടി മനസ്സിലാക്കുന്നു. മറ്റാരുടെയെങ്കിലും സഹായം ഈ ഒരു കേസിൻ്റെ പുറകിലുണ്ട് എന്നൊരു അന്വേഷണം കൂടി വരുന്നുണ്ട്. വീട്ടിലെ ജീവനക്കാരുടെയും വീട്ടിലുള്ള തൊഴിൽ ചെയ്യുന്ന മറ്റു ജീവനക്കാരുടെയും മൊഴിയെടുക്കുമെന്ന് കൂടെ വിശ്വസിക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സെയ്ഫ് അലി ഖാൻ്റെ ആരോഗ്യനില ഇപ്പോൾ വളരെ സുരക്ഷിതമാണ്. ഇപ്പോൾ ഒരു തരണം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വെന്റിലേറ്റർ സൗകര്യത്തിൽ നിന്നും അദ്ദേഹം ഒരു ഓപ്പറേഷൻ സിസ്റ്റത്തിൽ നിന്നും ഇപ്പോൾ ഒരു റൂമിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം വന്നതിന് ശേഷമാണോ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് എന്തായാലും 9 മണിക്ക് തന്നെ DCPയുടെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട് മുംബൈയിൽ. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹത്തിന് യഥാർത്ഥ പ്രതിയായ വിജയദാസ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴിയെടുപ്പും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. തീർച്ചയായും ഇന്ന് പകലോട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ച സെയ്ഫ് അലി ഖാൻ്റെ ഫ്ലാറ്റിലെത്തിച്ച എങ്ങനെയാണ് സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പദ്ധതി ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ തന്നെയാണോ ഇദ്ദേഹം വീട്ടിലേക്ക് കടന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. സെയ്ഫ് അലി ഖാൻ്റെ കുട്ടിയെ ആക്രമിക്കാനാണോ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റ് ബോളിവുഡ് താരങ്ങളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കരീന കപൂറിൻ്റെ ഒരു വാക്കുകളുണ്ടായിരുന്നു മൊഴിയെടുപ്പിൽ. അവർ പറയുന്നുണ്ടായിരുന്ന നടിയുടെ ഒരു വാക്കുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല, കുട്ടിയെ ആക്രമിക്കാനാണ് ആദ്യം തന്നെ ഈ പ്രതി വന്നത്. ഇതിനെ തടഞ്ഞപ്പോഴാണ് സെയ്ഫ് അലി ഖാൻ കുത്തിയിട്ടത്. വീട്ടിലൊന്നും തന്നെ മോഷണം പോലെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ് കൃത്യമായൊരു പദ്ധതി, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ആവശ്യകത, എന്താണ് കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ ഘടനകൾ മനസ്സിലാക്കി ഇതിന് പിന്നിൽ വരാനുള്ള കാരണം എന്തെന്നുള്ള കാര്യം കൂടെ വ്യക്തമാകേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും കൂടുതലായ ഒരു വിശദീകരണം, ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണിക്ക് തന്നെ DCPയുടെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. പ്രതിയുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായിരുന്നു പ്രതിയുടെ ഒരു ആവശ്യകത ഇതിലൂടെ, അല്ലെങ്കിൽ ഈ മാനസിക നില നിത്യപ്രതിയാണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലും എടുത്തു പറയേണ്ട കാര്യം ഇദ്ദേഹം ഒരു പബ്ബിലൊക്കെ ഒരു ജീവനക്കാരനായി ജോലി ചെയ്തുകൊണ്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം.
പിന്നെ ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 6ാമത്തെ നിലയിലെ എക്സിറ്റ് ഫയറിൻ്റെ സമീപത്തുള്ള 6ാമത്തെ നിലയിലാണ് ഒരു CCTV-യിൽ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ മുഖം വ്യക്തമായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കയറിപ്പോകുമ്പോൾ ഒരു വസ്ത്രം ധരിച്ചും ഇറങ്ങി വരുമ്പോഴും വസ്ത്രത്തിനൊരു മാറ്റമുണ്ടാതായിട്ടും കാണാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു CCTV ദൃശ്യമാണ് ഈ കേസിൻ്റെ ഒരു നിർണായക വഴിത്തിരിവ് എന്ന് മനസ്സിലാക്കാൻ. ഈ ഒരു ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാന രൂപമുള്ള 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖച്ഛായുള്ള അതേ 4 പേരെ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇന്നലെ രാത്രിയോട് തന്നെ യഥാർത്ഥ പ്രതിയെ പിടികൂടാനായി. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ 4 ദിവസം നടത്തിയ ഒരു അന്വേഷണത്തിൽ 100ഓളം പോലീസുകാരുടെ സേവനമാണ് ഈ കേസിന് പിന്നിലുള്ളത്. വൃന്ദ. ശരി. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച റെസ്റ്റോറന്റ് ജീവനക്കാരനായ വിജയ് ദാസ് പിടിയിലായിരിക്കുന്നു. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു രേണുക രാജേന്ദ്രൻ.